അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദ് മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുമായി ബന്ധപ്പെട്ട് സലഫി മുജാഹിദുകളുടെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ജന്മദിനങ്ങൾ കൊണ്ടാടുന്നതിനിക്ക് ഖുർആനിൽ തെളിവ് പറയാമോ? രണ്ടാമത്തെ ചോദ്യം: മുൻകഴിഞ്ഞു പോയ ഉലമാക്കൾ ജന്മദിനത്തിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി: പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല നിഅമത്ത് ചെയ്തതായ ദിനങ്ങളെ നിങ്ങൾ ഓർക്കണം, അതിനെ സ്മരിക്കണം, അതിനെ പറഞ്ഞു കൊടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൻ്റെ കൽപ്പനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തത് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്ക് ജനിച്ചു വന്ന ദിവസം അല്ലാഹു തആല നിഅമത്ത് ചെയ്തതായ ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ചതായ ദിവസമാണ്. ആ ദിവസങ്ങളെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തു ഇബ്രാഹിമിൻ്റെ 5-ാമത്തെ ആയത്തിൽ കാണാം, വദക്കിറുഹും ബിഅയ്യാമില്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. നബിയെ തങ്ങൾ അല്ലാഹുവിൻ്റെ ദിനങ്ങളെ പറഞ്ഞു കൊടുക്കുക, സ്മരിക്കുക. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, തങ്ങൾ അത് സ്മരിക്കുക. തങ്ങളോട് മാത്രമല്ല കൽപ്പന, അന്ത്യനാൾ വരെ വരുന്ന ജനങ്ങളോടുള്ള കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ സ്മരിക്കുക. അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ലഭിച്ചതായ ദിവസം. ആ അനുഗ്രഹം ലഭിച്ച ദിവസത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മദിനം. അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅമത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ച ദിവസമാണ് റസൂലുള്ളാഹിൻ്റെ ജന്മദിനം. ഖുർആൻ പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അങ്ങനെ സ്മരിക്കുന്നതിൽ ക്ഷമിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നന്ദി ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുഹറം 10 ആശുറാ ദിവസം ലോക മുസ്ലിമീങ്ങൾ സ്മരിക്കുന്നത് ഒരുപാട് നിഅമത്ത് ലഭിച്ചതായ ദിവസമായതുകൊണ്ടാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയായ ദിവസമായതുകൊണ്ടാണ് ആശുറാ ദിനങ്ങളെ നാം സ്മരിക്കുന്നത് എല്ലാ വർഷവും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച ദിവസം സ്മരിക്കുന്നത് എന്തിനാ? അത് നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനമാണ്. ആ ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു, ദിക്റ് ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, അതുപോലെ തന്നെ സ്വതക്കകൾ ചെയ്യുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, അത്തർ പൂശുന്നു, കുളിക്കുന്നു. എന്തിനാ? അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനമാണ്. അതുപോലെ തന്നെ ആശുറാ ദിവസത്തിൽ ഒരുപാട് അനുഗ്രഹം ലഭിച്ച ദിവസമായതുകൊണ്ട് കുടുംബത്തിനേക്ക് സ്വതക്ക ചെയ്യുന്നു, മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. വെള്ളിയാഴ്ച ദിവസം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനമാണ് എന്ന് ഞാൻ ഇത് വെറുതെ പറഞ്ഞതല്ല. ഹദീസിൽ കാണാം, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഇത് ഉദിക്കുന്ന ദിവസത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കലുണ്ട്. ആ ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം അത് ജുമുഅ ദിവസമാണ്. എന്തേ ജുമുഅ ദിവസത്തിലേക്ക് ശ്രേഷ്ഠത വരാൻ കാരണം? ഹദീസ് തന്നെ വ്യക്തമാക്കുന്നു, ഫീ ഖുലിക ആദം. ആ ദിവസത്തിലാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കപ്പെട്ടത്. അപ്പോൾ ജനിച്ച ദിവസത്തിനേക്ക് വലിയ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനിച്ച ആ ദിവസത്തിനേക്ക് വലിയ പുണ്യമുണ്ട് എന്ന ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്. അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ദിവസങ്ങളെ നിങ്ങൾ സ്മരിക്കുക എന്ന്. സഹോദരന്മാരെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിനേക്കുള്ള മറുപടി: മുൻകഴിഞ്ഞു പോയ ഇമാമിയങ്ങൾ നബിദിനം കൊണ്ടാടുന്നതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നോ? ഹിജ്റ 665 വഫാത്തായിപ്പോയ
ബഹുമാനപ്പെട്ട ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഖാലൽ ഇമാമു ശിഹാബുദ്ദീൻ അബൂ ഉസാമ ഷെയ്ഖുൽ ഇമാമുൻ നബവി, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ശിഹാബുദ്ദീൻ അബൂ ഉസാമ മഹാനവറുകൾ പറയുകയാണ്. എന്താ പറയുന്നത് നോക്ക് നിങ്ങൾ. ومن أحسن مبتدئ في زماننا ما يفعل كل عام في اليوم الموافق ليوم مولده صلى الله عليه وسلم. ഏറ്റവും നല്ല ചര്യയാണ് നമ്മുടെ കാലഘട്ടത്തിൽ. എപ്പോഴാണ് ഇത് പറയുന്നത്? 606 നൂറ്റാണ്ടിൽ വഫാത്തായി പോയ അബൂ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ, ഇന്നല്ല, അന്നത്തെ കാലഘട്ടത്തിനെ സംബന്ധിച്ച് പറയുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്ത ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യയാണ് എല്ലാ വർഷത്തിലും നബിദിനത്തിനോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് നല്ല ചര്യയാണ് എന്ന് അബൂ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്? മിനസ്വദഖാത്തി, സ്വതക്കകൾ, വൽ മഅറൂഫി, മറ്റുള്ള നൽകാര്യങ്ങൾ, വഇൽഹാറു സീനത്തി, ഭംഗി പ്രകടിപ്പിക്കൽ, വസുറൂറി, സന്തോഷം പ്രകടിപ്പിക്കൽ, ഇതൊക്കെയും ചെയ്യുന്ന നല്ല പ്രവർത്തനം നല്ല ചര്യയിൽപ്പെട്ടതാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫഇന്ന ദാലിക മാ ഫീഹി മിനൽ ഇഹ്സാനി ലിൽ ഫുഖറാഇ മുശ്ഇറുൻ ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സാധുക്കൾക്ക് സഹായിക്കുക, നന്മ ചെയ്യുക എന്നുള്ള ആ ദിവസത്തിൽ അതൊക്കെയും നല്ല പ്രവർത്തനങ്ങൾ ആവലോടുകൂടെ, അതിനപ്പുറം അത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ മേൽ അറിയിക്കുന്ന പ്രവർത്തനമാണ്. ജന്മദിനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ, ആ പ്രകടനങ്ങൾ, സന്തോഷ പ്രകടനങ്ങൾ, സ്വതക്കുകൾ, ആ നേർച്ച കൈക്കള്, ഇങ്ങനൊക്കെയും ചെയ്യുന്ന പ്രവർത്തനം റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. മാത്രമല്ല മഹാനായ അബൂ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തരം പ്രവർത്തനങ്ങൾ, നബിദിനത്തിനോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട് എന്ന് അറിയിക്കുന്നു. മാത്രമല്ല വശുക്റൻ ലില്ലാഹ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ നിഅമത്ത് ലഭിച്ചതുകൊണ്ട് അല്ലാഹുവിനിക്ക് ശുക്ർ പ്രകടിപ്പിക്കലുമാണ് എന്ന് ബഹുമാനപ്പെട്ട 665 വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖായ ഉസ്താദാകുന്ന അബൂ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇന്നലെയും പറഞ്ഞതല്ല, സമസ്തക്കാർ പ്രകടിപ്പിച്ചതല്ല, മൗലവിമാർ ഉണ്ടാക്കിയതായ എന്തെങ്കിലും സമ്പ്രദായമല്ല. സലഫികൾ പറഞ്ഞതുപോലെ അവരുടെ കീശ കെട്ടിയാകാൻ വേണ്ടി, അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് മൗലിദ് എന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുന്ന ആളുകൾ ഇത് ചിന്തിക്കേണ്ടതാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ഉസാമ റളിയല്ലാഹു അൻഹു 665 തന്നെ അന്ന് ഉണ്ടായിരുന്ന സമ്പ്രദായപ്പറ്റി വിവരിക്കുകയാണ് കിതാബുകളിൽ. ഇത് ശരിക്കും മനസ്സിലാക്കണം.